ചേച്ചി, ഇവരിത് എവിടെ പോയി കിടക്കുക? ചേച്ചി എവിടെയാ? നിങ്ങളത് എന്നോട് പറഞ്ഞോ? വേണ്ട, നിങ്ങൾക്ക് തോന്നിയതുപോലെ വരാനാണെങ്കിൽ വരണ്ട. എന്ത് കാണാൻ നിൽക്കുവോ അവിടെ? ഇത് കഴിക്ക്, പിടിക്കത്. ഹലോ, മഞ്ജു. അതെ, ഞാനിനിയിപ്പോൾ ഒന്ന് ഓഫീസിലേക്ക് വരുന്നില്ല. മനോജനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. റിപ്പോർട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാൻ പറയും കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറയും. ഓ, ഓക്കെ 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 ശരി ശരി ശരി. അച്ഛാ, വന്ന് കഞ്ഞി കുടിക്ക്. ഇതൊന്നും മാറ്റി വെക്കണ്ട, എന്നാ എന്തെങ്കിലുമൊക്കെ കാണിക്ക്. അതങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മാഡം? അല്ല, ഇത് ഓൾറെഡി മാഡത്തോട് പറഞ്ഞ കാര്യമല്ലേ? അതെങ്ങനെയാ ശരിയാവുക? മാഡം, ഞാൻ വിളിക്കാവേ. നിങ്ങൾ എന്താ ഈ കാണിക്കണേ? സുഖമില്ലെങ്കിൽ ഒരിടത്ത് അടങ്ങി മാറിയിരിക്കണം, വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. പോങ്ങോട്ട് കേറിപ്പോ. സ്വാമിയാ? നമസ്തേ. അച്ഛൻ എങ്ങനെയുണ്ട്? സ്വാമി കുറച്ച് നേരത്തെ വരണമായിരുന്നു, നേരിട്ട് കാണായിരുന്നു അച്ഛൻ ഇവിടെ കിടന്ന് കാണിച്ചു കൂടുന്നത്. സഹായത്തിന് ഒരാളിനെ വെച്ചൂടെ? ഉണ്ടുണ്ടുണ്ട്, അവരാണെങ്കിൽ ഇന്നോട്ട് വന്നിട്ടുമില്ല. ജനാർദ്ദന അറിയോ? എല്ലാം നന്നായി വരട്ടെ. പ്രായമാകുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാ. പിന്നെ മക്കളുടെ കടമയാ അവരെ നോക്കുക എന്നുള്ളത്. അല്ല സ്വാമി, മക്കൾക്ക് കടമകൾ മാത്രമേ ഉള്ളൂ, അവർക്ക് അവരുടേതായ കാര്യങ്ങളില്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? കുഞ്ഞിന്റെ അമ്മ മരിച്ചപ്പോ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് അയാൾ ചെയ്തത് അയാളുടെ കടമയാ. സ്വാമിയുടെ കയ്യിൽ എല്ലാത്തിനുള്ള ഉത്തരങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ച് പ്രാക്ടിക്കലാ, ഇനി എനിക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ആവശ്യത്തിലധികം ടെൻഷൻ എനിക്ക് ഓഫീസിലുണ്ട്, അതിൻ്റെ കൂടെ അച്ഛൻ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും എല്ലാം കൂടെ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, അച്ഛനെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാൻ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ലെന്ന് സ്വാമിക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്നാ കുഞ്ഞെ, ഞാനങ്ങോട്ട് ഇറങ്ങാം. ഈ മഹാബാബുക്ക് ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കുക അച്ഛാ?
വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛനും അമ്മയും എന്നെ കാണാൻ ആശ്രമത്തിലൊന്ന് വന്നിരുന്നു. അങ്ങനെ ആരാ ഇത്? വാ, ഇരിക്കിരിക്ക്. പതുക്കെ, പതുക്കെ പതുക്കെ പതുക്കെ. അല്ല, എന്താ ഇപ്പൊ വിശേഷിച്ച്? അച്ഛനിപ്പോ വീട്ടിൽ തന്നെയാണോ അതോ? ഇനി എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ സ്വാമി? ഇന്നത്തെ ദിവസം സ്വാമിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഉണ്ടാകാൻ വഴിയില്ല. 28 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് സ്വാമി എന്നെ അച്ഛന് കൊടുത്തത്. അല്ലല്ല, എനിക്കെന്റെ അച്ഛന് കിട്ടിയത്. അത് ഇവിടുത്തെ എന്റെ സഹോദരങ്ങൾക്കൊപ്പം ആഘോഷിക്കാനാ ഞങ്ങൾ വന്നത്. നല്ല കാര്യാവുഞ്ഞേ. അച്ഛന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അഹങ്കരിച്ചപ്പോ ചില തിരിച്ചറിവുകൾ വേണ്ടി വന്നു സ്വാമി. പലതും മനസ്സിലാക്കാൻ. സ്വന്തം രക്തമല്ലാഞ്ഞിട്ടും ജീവനായി എന്നെ സ്നേഹിച്ച എന്റെ അച്ഛൻ്റെ മനസ്സ്
എനിക്ക് കാണാൻ പറ്റാതെ പോയി. ഇത്തിരി നേരം പോലും അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാനോ ഒന്ന് സ്നേഹിക്കാനോ ഞാനിതുവരെ ശ്രമിച്ചിട്ടില്ല. മരുന്നിനേക്കാളും സുഖസൗകര്യങ്ങളെക്കാളും അപ്പുറമാണ് സ്വാമി അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് തിരികെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത്. എനിക്ക് കിട്ടിയ സ്നേഹം അതളന്ന് നോക്കാതെ തിരികെ കൊടുക്കാൻ ഇനി എന്നും ഞാനുണ്ടാവും എൻ്റെ അച്ഛനോടൊപ്പം. തിരിച്ചറിവിൻ്റെ കാലം വരുമ്പോൾ മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ ലോകത്ത് അനുഭവിച്ച സ്നേഹം തിരികെ നൽകാൻ മറന്നുപോകുന്ന പുതിയ തലമുറയ്ക്കും ബഹുമാനവും പരിചരണവും തങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് മക്കളെ താലോലിക്കുന്ന മാതാപിതാക്കൾക്കും വേണ്ടി സമർപ്പണം. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.